ഇതിൽ തന്നെ ഹാഫ് കട്ട വരുന്നുണ്ട്. ഹാഫ് കട്ട വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് കമ്പനി കട്ട് ചെയ്ത് എടുക്കുന്നതാണത്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബ്രിക്ക് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പകുതി പോർഷൻ ചിലപ്പോൾ നഷ്ടപ്പെടാനും അതുപോലെ തന്നെ അതിൻ്റെ അളവുകളിൽ കുറവ് വരാനും ചാൻസ് ഉണ്ടാവും. അപ്പോൾ കമ്പനി വരുമ്പോൾ നമുക്കാകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇതിലാകുമ്പോൾ സ്ട്രെങ്ത് ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് ആ തിക്നെസ് ചുമരിൻ്റെ ആ സെയിം 8 ഇഞ്ച് തന്നെ നമുക്കവിടെ കവറിങ് കിട്ടാനുള്ളതുണ്ടാവും. അങ്ങനെയാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫുള്ളായിട്ട് ജാളി ഇടാനാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സൈസ് വരുന്നത് ശരിക്കും നമുക്ക് 8x3 തിക്നെസ് 3 ഇഞ്ചാണ് വരുന്നത്, 8x8 വരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ഭാഗം ബ്രിക്ക് കെട്ടിയിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഫുള്ളായിട്ട് ജാളി ഇടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഡിഫറൻസ് ഡിസൈനിലൊക്കെ നമുക്ക് ഇടുകയാണെങ്കിൽ നല്ല വൃത്തി ഉണ്ടാവും. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ തിക്നെസ് 3 ഇഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ 8 ഇഞ്ചിൽ നമ്മൾ ഇത്രയും ഹൈറ്റിൽ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ ലിൻഡലും അതുപോലെ തന്നെ ആ ബീമിൻ്റെ ഭാഗങ്ങളൊക്കെ വരുമ്പോൾ സ്ട്രെങ്ത്തിൽ എന്തെങ്കിലും ഒരു മിസ്സിങ് വരണ്ടെന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ തുടക്കത്തിലേ തന്നെ നമ്മളത് ഇവിടെ നിന്ന് ബീം അടിച്ച് ഫുള്ള് സ്ക്വയറിൽ നമ്മൾ ബീം അടിക്കേണ്ടി വരും. അപ്പോൾ അത് അങ്ങനെ ഒരു ബഡ്ജറ്റിൽ നിന്ന് ചിലപ്പോൾ കുറച്ച് മാറിപ്പോവും. അതുപോലെ തന്നെ ബീം അടിച്ചതിന് ശേഷം നമ്മൾ ഓരോ പൊസിഷൻ എവിടേക്കാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് നമ്മൾ ലിൻഡൽ കൊടുക്കും, അല്ലെങ്കിൽ GI പൈപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ GI പൈപ്പിൻ്റെ ഫ്രെയിം കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന നിലയ്ക്ക് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ കട്ടയുടെ തന്നെ നമ്മൾ പകുതി ഹാഫ് ബ്രിക്സ് വെച്ച് ഇങ്ങനെ കവർ ചെയ്തു. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഡിസൈനിൽ നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന ഡിസൈൻ വേണമെങ്കിൽ കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ ക്രോസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ തേച്ച് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ നമ്മളിവിടെ അത് ചെയ്തില്ല. നമ്മളിതിപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഇതിൻ്റെ ഇടയിലൊന്ന് ജസ്റ്റ് സിമെൻറ്റും വേറെ എന്തെങ്കിലും സിറാമിക്കിൻ്റെ എന്തെങ്കിലും ഫില്ലിംഗ് പൗഡർ എന്തെങ്കിലും ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഫുള്ളായിട്ട് പെയിൻറ്റിങ് അല്ലെങ്കിൽ നമുക്ക് വാർണിഷോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാമെന്നുള്ളൊരു ഐഡിയയിലാണ് നിൽക്കുന്നത്.